ശരിക്കും നിങ്ങൾ അമ്മയും മോളുമാണല്ലേ? അതെ. അത് 3 കുട്ടികളുടെ അമ്മ. അമ്മയാണോ ഇത് ശരിക്കും അമ്മയാണോ എന്ന് ചോദിച്ച് ആ ഒരു ചോദ്യം ഇപ്പൊ എങ്ങനെയാണ് ഫേസ് ചെയ്യുന്നത്? എന്തേലും ആവട്ടെ എന്ന്. ചില കമന്റ്സിനൊക്കെ ഇങ്ങനെ മോളെ തന്നെ ഇങ്ങനെ അമ്മയാണെന്ന് പറയുമ്പോൾ എനിക്ക് ദേഷ്യം വരും. ഞാനാണോ ശരിക്കും ഉള്ള അമ്മ? എല്ലാരും അമ്മയെ തന്നെ ഇങ്ങനെ ആവശ്യമില്ലാതെ പൊക്കി പറയുന്നു. അത് അതിൽ കണ്ടിട്ടാണ്. പക്ഷെ നേരിട്ട് ഞങ്ങൾ ഓക്കെയാണ്. അതിന് കുറച്ചുകൂടെ ഡ്രസ്സിങ്ങിൻ്റെ ഒക്കെ ഇതുകൊണ്ട് കുറച്ച് ഏജ് കൂടുതലായിട്ട് ഒരു മെച്യൂരിറ്റി ഉള്ള ഫേസ് ആയതുകൊണ്ട് അങ്ങനെ തോന്നും. എന്താ ഇപ്പൊ ചെയ്യുന്നത്? ഇപ്പൊ പഠിക്കാണോ? +2. അമ്മനോട് ജലസ് ഉണ്ടോ? ഇല്ല. അയ്യടാ. കുറെ കമന്റ്സ് വരുന്നുണ്ട്, കുഞ്ഞിലേ പിടിച്ച് കല്യാണം കഴിപ്പിച്ച് വിട്ടതാണോ? ശരിക്കും എത്ര വയസ്സുണ്ട്? എനിക്ക് ഈ മന്ത് 38 ആവും. 38 21 ഇയേഴ്സിൽ കല്യാണം കഴിച്ചു. എന്താ ലവ് മാരേജ് ആയിരുന്നു? ലവ് മാരേജ്. ലവ് സ്റ്റോറി ഒക്കെ പറയാറുണ്ടോ അമ്മ? ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്നത് ജനിച്ചപ്പോഴേ പിടിച്ച് കല്യാണം കഴിപ്പിച്ചോണ്ടാണോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ ഞാൻ അത്യാവശ്യം ചില ഷൂട്ട്സിന് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അപ്പൊ ഞാൻ ആരുടെ പറയില്ല എത്ര ഏജ് ആയെന്നൊന്നും. കാരണം അവർ ആ സെയിം റിയാക്ഷൻ ഇടും. അത് കാണാൻ വയ്യാത്തതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് പോകുമ്പോഴും ഞങ്ങൾ അങ്ങനെ പറയേണ്ട ഒരു സിറ്റുവേഷനിൽ വേണ്ടി വന്നാലും ഞങ്ങൾ മാക്സിമം ഞാൻ പറയാതിരിക്കും അമ്മയും മോളും ആണെന്നിങ്ങനെ. പിന്നെ നിങ്ങൾ അമ്മ ഇടയ്ക്ക് വിളിക്കും. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് മൈ ഷോ മസ്തി വിത്ത് മസ്താനി. ഈ സന്തൂർ മമ്മി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. നമ്മൾ സന്തൂറിൻ്റെ ആഡിലൊക്കെ കണ്ടിട്ടുണ്ട്, എന്താ ചർമ്മം ഇത്ര യങ്ങായിട്ടിരിക്കുന്നതെന്നൊക്കെ. അത് റിയൽ ലൈഫിലുള്ള ഒരു സന്തൂർ മമ്മിയാണ് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. മമ്മി മാത്രമല്ല, മമ്മിയുടെ മോളും കൂടി നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്, മീര ആൻഡ് റൈന. ഹലോ, വെൽക്കം. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ഞാൻ ആക്ച്വലി ഈ സ്റ്റുഡിയോയിൽ വന്നിട്ട് ഇവരിവിടെ ഇരിക്കുമായിരുന്നു. സത്യം പറഞ്ഞ ഗൈസ്, ഇൻസ്റ്റഗ്രാമിൽ കാണുന്നതിനേക്കാൾ യങ്ങാണ് ഇവര്. നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല ഇവരെങ്ങനെയാണ് അമ്മയും മോളുമായത്. ഞാനിട്ട് ചോദിക്കായിരുന്നു, എന്താ നിങ്ങൾ ഫേക്ക് ആണോ, സത്യമായിട്ട് സിസ്റ്റേഴ്സ് അല്ലേ എന്നൊക്കെ. ശരിക്കും നിങ്ങൾ അമ്മയും മോളുമാണല്ലേ? അതെ. അത് 3 കുട്ടികളുടെ അമ്മ. എന്താ ബ്യൂട്ടിയുടെ രഹസ്യം? അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് സന്തൂറാണോ തേക്കുന്നത്? സന്തൂറിന് ഒരാളായി അല്ല, എല്ലാരും സന്തൂർ മമ്മി എന്നല്ലേ വിളിക്കുക? കമന്റ്സിലൊക്കെ സന്തൂർ മമ്മി എന്നാണ് വിളിക്കുക. ഡയറക്റ്റ് അങ്ങനെ ആരും പറയില്ല. ഇല്ല, പക്ഷെ നേരിട്ടും നല്ല എന്താന്നും ഇണ്ടാത്ത എന്താണ് അമ്മയുടെ സൗന്ദര്യത്തിൽ ഭയങ്കര അഭിമാനമാണോ അല്ലെങ്കിൽ കുറച്ച് അസൂയുണ്ടോ? മടുത്തിരിക്കുകയാണ്. അഭിമാനം അല്ല, സ്കൂളിലൊക്കെ പോകുമ്പോൾ പിള്ളേർ ചോദിക്കുമ്പോൾ കേട്ടിട്ട് മടുക്കുമല്ലോ, ആ ഒരു മടുപ്പുണ്ട്. പക്ഷെ എൻ്റെ ഫുള്ള് ക്രെഡിറ്റ്സും മോൾക്കാണ് പോകുന്നത്. അതായത് എൻ്റെ ഡ്രസ്സിങ് ഒക്കെ കുറച്ചുകൂടെയൊക്കെ പറഞ്ഞ് ഇതിട്ടോ കുഴപ്പമില്ല അമ്മയുടെ, നമുക്ക് ഈ ഡാൻസ് ഇടാം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ടൈപ്പ് ഡ്രസ്സിലൊക്കെ ഉള്ളത് കുറച്ചുകൂടെ മോഡേണൊക്കെ ഇടുന്നത് മോളുടെ തന്ന ഒരു ധൈര്യത്തിലാണ് ഇട്ടത്. ആണോ? ഞാൻ വിചാരിച്ചു നേരെ അമ്മയാണ് ഇതിന് മുൻകൈ എടുത്ത് സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങിയത്. ഡാൻസിൽ ഇടാൻ തുടങ്ങിയത് ഞാനാണെങ്കിലും ഈ നമ്മുടെ ഈ ഡ്രസ്സിങ് ഒക്കെ ഉണ്ടല്ലോ, അതിൽ ഈ ഒരു ടൈപ്പ് ഡ്രസ്സിങ് ഒക്കെ ഇടാൻ വേണ്ടി എന്നെ ഒരു ധൈര്യം തന്നത് മോളാണ്. ഓക്കെ, അപ്പോൾ ഡ്രസ്സിന്റെ കാര്യം പറഞ്ഞപ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ സിബ്ലിങ്സിന്റെ ഡ്രസ്സൊക്കെ നമ്മളിപ്പോൾ മാറ്റി മറിച്ചൊക്കെ ഇടാറുണ്ട്. ചേച്ചിയുടെ ഡ്രസ്സ് അനിയത്തി ഇടും, ചേച്ചീൻ്റെ ഡ്രസ്സാണ് എപ്പോഴും അനിയത്തി ഇടുന്നത്. എൻ്റെ വീട്ടിലാണെങ്കിൽ എൻ്റെ ഡ്രസ്സ് ഫുൾ അനിയത്തി ഇട്ടുകൊണ്ട് പോകുന്നത്. അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് ഭയങ്കര സുഖമല്ലേ, അമ്മയുടെ ഡ്രസ്സ് മോൾക്ക് ഇടാം, മോളുടെ ഡ്രസ്സ് അമ്മയ്ക്ക് ഇടാം. ഇതാരുടെ ഡ്രസ്സാ? ഇതെന്റെ കസിന്റെ ഡ്രസ്സ്, അവനും കൂടെ ഉണ്ട്, അവൻ്റെ തയ്യിട്ടേക്ക്. പക്ഷെ അത് ഭയങ്കര സുഖമുള്ള ഒരു പരിപാടിയാണ്. അറ്റ് ദ സെയിം ടൈം അടി ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. പെട്ടെന്ന് എന്റെ പുതിയ ഡ്രസ്സ് എടുത്തിട്ടിട്ട് അതിപ്പോ കാണാനില്ല, ഇന്ന് ഇട്ടിട്ട് വരാൻ നോക്കിയപ്പോ അങ്ങനെ എന്റെ പുതിയത് എടുത്തിട്ടിട്ട് അതെവിടെയോ മിസ്സായി. പക്ഷെ അത് ഒരു കണക്കിന് സുഖമല്ലേ? സുഖമാണ്, നല്ല സുഖമാണ്. ഒരു 2 പേരുടെ ഡ്രസ്സ് വാങ്ങിക്കുമ്പോൾ 2 പേർക്കും മാറ്റി 2 ഒക്കേഷനിൽ ഇടാനുള്ള ഡ്രസ്സായി. എന്താ ഇപ്പൊ ആള് റൈന കുറച്ച് ഇൻട്രോവേർട്ട് ആണെന്ന് അമ്മ പറഞ്ഞു. ശരിക്കും ഡാൻസ് കളിക്കാൻ മാത്രമാണ് ആൾ ആക്റ്റീവ് അല്ല? ക്ലോസ് ആയിട്ടുള്ളവരടുത്ത് നന്നായിട്ട് മിണ്ടും. എന്താ ഇപ്പൊ ഇൻസ്റ്റയിലാണെങ്കിലും പുറത്തു പോകുമ്പോഴൊക്കെ ആണെങ്കിലും ഏറ്റവും കൂടുതൽ സന്തൂർ മമ്മി അമ്മയാണോ ഇത് ശരിക്കും അമ്മയാണോ എന്ന് ചോദിച്ച് ആ ഒരു ചോദ്യം ഇപ്പൊ എങ്ങനെയാണ് ഫേസ് ചെയ്യുന്നത്? എന്തേലും ആവട്ടെ എന്ന്.
ചത്ത പോലെ ഇരിക്കുന്നൊക്കെ കുറച്ച് കഴിയുമ്പോ പൊക്കോളും. അങ്ങനെയാണോ? അതായത് റേനിക്കുള്ള ഒഫീഷ്യൽ അക്കൗണ്ട് ഉണ്ട്, ഞാനാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അവളുടേതായിട്ടുള്ള ചെറിയൊരു അക്കൗണ്ട് വേറെ അല്ലാതെ ഉണ്ട് ഫ്രണ്ട്സുമായിട്ടൊക്കെ മിണ്ടാൻ. അപ്പോൾ ഈ ഒഫീഷ്യൽ അക്കൗണ്ട് ഞാനാണ്, അതിലാണ് ഞാൻ കൊളാബ് ഇടുന്നത്. അപ്പോൾ ആ കമൻസ് എല്ലാം കാണുന്നത് ഞാനാണ്. കാരണം എനിക്കറിയാം ആ കമൻസ് ഫുള്ള് കാണുമ്പോഴേക്കും കുറച്ച് ഡൗൺ എന്ന് പറഞ്ഞാൽ ചില ടൈമിലൊക്കെ ചെറുതായിട്ട് ഡൗൺ ആവാനുള്ള ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു കൂടുതൽ നോക്കാറില്ല. നോക്കിയാലും അത് വരും എന്ന് പറഞ്ഞാൽ ഒരു ഉഷാറ് കാണത്തില്ല. എല്ലാവരും അമ്മയെ തന്നെ ഇങ്ങനെ ആവശ്യമില്ലാതെ പൊക്കി പൊക്കി പറയുന്നു. അത് അതിൽ കണ്ടിട്ടാണ്. പക്ഷെ നേരിട്ട് ഞങ്ങൾ ഓക്കെയാണ്. അതിന് കുറച്ചുകൂടെ ഡ്രസ്സിങ്ങിൻ്റെയൊക്കെ ഇതുകൊണ്ട് കുറച്ച് ഏജ് കൂടുതലായിട്ട് ഒരു മെച്യൂരിറ്റി ഉള്ള ഫേസ് ആയതുകൊണ്ട് അങ്ങനെ തോന്നും. അപ്പോൾ ചില കമൻസിനൊക്കെ ഇങ്ങനെ മോളെ തന്നെ ഇങ്ങനെ അമ്മയാണെന്ന് പറയുമ്പോൾ എനിക്ക് ദേഷ്യം വരും. ഞാനാണോ ശരിക്കും അമ്മ? അങ്ങനെയല്ല, മോളെ ഇങ്ങനെ അമ്മയാണ് സുന്ദരി, മോളെ ഇങ്ങനെ ചെറുതാക്കി പറയുമ്പോൾ എനിക്ക് കുറേ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞാൽ. അതില് ചിലതൊന്നും ഞാൻ ലൈക്ക് മാത്രം ചെയ്യും, കമന്റ് ചെയ്യില്ല, റിപ്ലൈ കൊടുക്കില്ല. ചിലതിൽ ഞാൻ പറയും മോളെ ഡയറക്റ്റ് കാണാൻ അവൾ അടിപൊളിയാണ് എന്നൊക്കെ കുറേ റിപ്ലൈ ഞാൻ കൊടുത്തിട്ടുണ്ട് അതില്. എന്താ ഇപ്പൊ ചെയ്യുന്ന? ഇപ്പൊ പഠിക്കാണോ? +2 +2 ആണെന്നൊന്നും കണ്ടാ പറയില്ല. ഞാൻ ഒരു ചെറിയൊരു കുട്ടിയുടെ ലുക്ക് തന്നെയാണ്. പക്ഷെ ഈ ശരിക്കും അമ്മനോട് ജലസ് ഉണ്ടോ? ഇല്ല. അയ്യടാ, എന്താ ഇപ്പൊ ഡാൻസ് ചെയ്യാനൊക്കെ നിങ്ങൾ എങ്ങനെയാ ഇപ്പൊ ഈ വീഡിയോസിന്റെ പരിപാടിയൊക്കെ ചെയ്യുന്നത്? ഇപ്പൊ ഒരു ഡാൻസ് എങ്ങനെയാണത് പഠിച്ച് എത്ര സമയം എടുത്തിട്ടൊക്കെയാ ചെയ്യുന്നത്? അതിനടി ഉണ്ടാക്കാറുണ്ടോ? ഉണ്ട്. കാരണം മോള് ഹിപ്പ് ഹോപ്പ് സ്റ്റൈലാണ് ചെയ്യുന്നത്. ഒക്കെ അത് കുറച്ചുകൂടെ വഴങ്ങി വരും. ഞാൻ സ്പോട്ടിലാണ് പോയി കളിക്കുന്നത്, എനിക്ക് ആ സ്റ്റൈല് വരത്തുമില്ല. അപ്പോൾ ഈ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് കളിക്കത്തേ ഉള്ളൂ. ക്യാമറ വരുമ്പോഴേക്കും പെർഫെക്റ്റ് ആവും. ഞാൻ ഇത് നോക്കിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവിടെ പോകുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നുള്ളൂ. അവിടെ പോകുമ്പോഴേക്കും ഞങ്ങൾ രണ്ടുപേരും ഒരു കോർഡിനേഷൻ വരത്തില്ല. അപ്പോഴേക്കും അവിടെ നിന്നിട്ട് അടിയാവും. പിന്നെന്ന് പറഞ്ഞാൽ ചിരിക്കേ വേണം, മൂടും പോയി. അല്ല, ആ അവസ്ഥകളും ഉണ്ട്. ഹാപ്പി ആയിട്ട് പിന്നെ ചില നേരത്ത് ഞാൻ പറയും അതിന് 1 മില്യൺ ആൾക്കാരൊക്കെ കാണേണ്ടതാണ്, ചിരിച്ചോ എന്ന് പറഞ്ഞ് ബാക്കിലൊക്കെ നിന്നിട്ട് ഇങ്ങനെ പുഷ് ചെയ്ത് ആ ഒരു മൈൻഡ് സെറ്റാക്കിയാണ് കളിക്കുന്നത്. പിന്നെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എടുക്കാനുള്ള ആൾ നമ്മുടെ കൂടെ കൂളായിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ പ്രശ്നമില്ല. കാരണം എത്ര നേരം വേണമെങ്കിലും നമുക്ക് നിന്ന് എടുത്തു തരാൻ ആളുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇത് ഞങ്ങളിപ്പോൾ വീടിൻ്റെ, അതായത് റെഡിയായിട്ട് പുറത്തൊക്കെ പോകണമെങ്കിൽ അതിന് നമ്മൾ പോകണം. ഇപ്പം 3 പേരുണ്ട്, എടുത്തു തരാനും ഒരാളും ഞങ്ങൾ 2 പേരും ഉണ്ടെങ്കിൽ ട്രിപ്പിൾസ് അടിച്ച് പോകാനും പറ്റില്ല. അല്ലാന്നുണ്ടെങ്കിൽ ആ വരുന്ന ആൾ നമ്മുടെ കൂടെ എവിടെയാണ് പോകേണ്ടത് അതുവരെയൊക്കെ വരണ്ടേ. പിന്നെ ഡ്രസ്സ് ചെയ്ത് കുറേ ടൈം എടുക്കുമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ താഴെ തന്നെ നിന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് ടെറസിൽ തന്നെ കയറിയിട്ട് അവിടെ നിന്ന് തന്നെ ചെയ്യുന്നു. ഒരു കുറച്ചെടുക്കുന്നു, അപ്പം തന്നെ തീരുന്നു. നമുക്ക് എന്തായാലും നിങ്ങളുടെ വൈറലായ ഒരു ഡാൻസ് വീഡിയോ കാണാം. ഓക്കെ. ഇതിൻ്റെ താഴെ കുറേ മലയാളം, ഹിന്ദി അല്ലാത്ത തമിഴും തെലുങ്കും കന്നഡത്തിലൊക്കെ ആളുകൾ ഫാൻസാണ്. കുറേ കമൻസ് വന്നിട്ടുണ്ട്. അതായത് പല ഭാഷകളിലെ ആൾക്കാർ വെയിറ്റിംഗ് ആണ് നിങ്ങളുടെ വീഡിയോസിന് വേണ്ടി. അതെ, എന്താണ് ഒരു പാൻ ഇന്ത്യൻ ലെവലിൽ നിൽക്കുമ്പോൾ ഫീൽ ചെയ്യുന്നത്? പാൻ ഇന്ത്യൻ സന്തൂർ മമ്മി ഇതൊക്കെ സന്തോഷമുണ്ട്. ഒന്നാമത്തെ കാര്യം എൻ്റെ ഒരു ടാലൻറ്റ് കാണിക്കാനും, അതായത് കുഞ്ഞിലെ എനിക്ക് ഡാൻസ് പഠിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും നടന്നില്ല. അപ്പോൾ പിന്നെ ഫാമിലിയൊക്കെ ആയപ്പോഴേക്കും അതിലോട്ട് ഇറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ ഇൻസ്റ്റയെ പോലൊരു നമുക്ക് സോഷ്യൽ മീഡിയ ഉള്ളപ്പോൾ എൻ്റെ ടാലൻറ്റ് കാണിക്കാനും അതുവഴി എന്നെ പിന്നെ എനിക്ക് കരിയറിലും ഞാനൊന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഫാമിലി ആവുന്നതിൻ്റെ ആ ഒരു ഇതിലെല്ലാം ഞാൻ ഡ്രോപ്പ് ചെയ്യുമായിരുന്നു. അപ്പോൾ പിള്ളേർക്കൊന്നും വളർന്ന് വന്ന അത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഒരു വഴി വേണം. പിന്നെ നമുക്ക് ഈസി ആയിട്ട് ബിസിനസ് ആയിരുന്നാലും നമ്മളെ ടാലൻറ്റ് കാണിക്കാനായിരുന്നാലും എനിക്ക് മാത്രമല്ല എൻ്റെ പിള്ളേർക്കും അതുവഴി ഞാനൊരു ഇത് തുറന്ന് ഇടുന്ന ആ ഒരു ഇത് എനിക്ക് വേണമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇതിലോട്ട് ചെയ്തത്. പിന്നെ അത് കണക്ക് തന്നെ നമ്മുടെ ഇപ്പം അത്യാവശ്യം ഞാനിപ്പം ജനറ്റിക്കലി എനിക്കിതുണ്ട്, ഏജ് കുറവ് തോന്നിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഇപ്പം നമുക്ക് ഫുഡ് ഞാൻ ആവശ്യത്തിന് കഴിക്കും, എന്ന ആവശ്യത്തിന് ഒട്ടും കഴിക്കാത്ത സമയമുണ്ട്. പിന്നെ കുറച്ചൊക്കെ വയറൊക്കെ ചാടിക്കുന്ന ആ സമയം വരുമ്പോഴേക്കും ഞാൻ ഫുഡ് കൺട്രോൾ ചെയ്യാറുണ്ട്. അത്യാവശ്യം വർക്കൗട്ട് ഞാൻ വീട്ടിൽ ഇരുന്ന് തന്നെ ചെയ്യാറുണ്ട്. ഒന്ന് വണ്ണം കൂടിയെന്ന് വന്നു, അങ്ങനെയെല്ലാം ഞാൻ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ ഒരു ഇൻസ്പിറേഷൻ മറ്റുള്ളവർക്ക് കൊടുക്കാനും എനിക്ക് സന്തോഷമാണ്. സ്കിൻ കെയർ ഒക്കെ ചെയ്യാറുണ്ടോ? സ്കിൻ കെയർ ചെയ്യാറുണ്ട്. മെയിനായിട്ട് ഞാൻ ചെയ്യുന്നത് നല്ല മഞ്ഞളും പയറുപൊടിയും, പിന്നെ ഇടുന്നതിന് മുമ്പ് അതിലൊരു തൈരും കൂടെ കുറച്ച് മിക്സ് ചെയ്തിട്ടാണ്. ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോയാണത് ശരിക്കും. ഞാനത് വർഷങ്ങളായിട്ട് തന്നെ അത് ഒരെണ്ണം ഞാൻ മുടക്കാറില്ല. ഇപ്പോഴും ഞാനത് ഡെയിലി ഞാൻ ചെയ്യും. അപ്പോൾ ഈ മേക്കപ്പ് പ്രോഡക്ട്സ് ഒക്കെ എങ്ങനെയാ? ഇപ്പോൾ നിങ്ങളുടെ അമ്മയുടെ മേക്കപ്പ് പ്രോഡക്ട്സ് ഒക്കെ എടുക്കാറുണ്ടോ? മോളുടെ എടുക്കാറുണ്ടോ?
എടുക്കും. ഏറ്റവും കൂടുതൽ എന്തിനാ അടി? ലിപ്സ്റ്റിക്കിനാണോ? ലിപ്സ്റ്റിക്. ആ പറ, എന്താ മിണ്ടാതിരിക്കണേ? പറഞ്ഞ് PT മീറ്റിങ്ങിനൊക്കെ പോകുമ്പോ എന്താ ഇപ്പൊ കേട്ട് യൂസ്ഡ് ആണല്ലോ, പക്ഷെ ആദ്യ സമയത്തൊക്കെ എന്താ ആളുകൾ എപ്പോഴും ചോദിച്ചോണ്ടിരിക്കുന്നത്? ഒരു ഫീലായിരുന്നു. ആണോ? എന്നുവെച്ചാ എനിക്കൊരിത് ആ എന്താ പറയാൻ, എന്തോ പറയാൻ പറ്റിപ്പോയി. ഇത് ഓപ്പൺ ആയിട്ട് പറയണേ, എന്താണ് ശരിക്കും ഉദ്ദേശിക്കുന്നത്? പറ, അല്ലേ? എന്താ? എനിക്ക് മനസ്സിലായില്ല എന്താണ്. എന്താ ആദ്യം ഇങ്ങനെ ഒരു ചമ്മലായിരുന്നു. ചമ്മല്. ആ ചമ്മലുണ്ടെങ്കിലും ആദ്യത്തെ ആ സ്കൂളിൽ പോയിട്ട് കുറച്ച് വളർന്നു കഴിഞ്ഞിട്ടുള്ള ആ PT മീറ്റിങ്ങിന് ഞാൻ പോണില്ല എന്ന് കുറേ പ്രാവശ്യം ഞാൻ പറഞ്ഞു. എന്നെ നിർബന്ധിച്ചിട്ടാണ് അവിടെ കൊണ്ടുപോയത്. കാരണം പിള്ളേർ എനിക്ക് ഇങ്ങനെ പറയുമ്പോഴേക്കും എനിക്ക് ബുദ്ധിമുട്ടാണ് ശരിക്കും പറഞ്ഞാൽ. മോള് ഇങ്ങനെ വളർന്നിരിക്കല്ലേ, അപ്പോൾ എന്നെ അവർ വല്ല നോക്കിയാലോ കമൻ്റ് അടിച്ചാലോ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു മോള് നിൽക്കുമ്പോൾ. അതുകൊണ്ട് ഞാൻ പോകില്ല. പോയാലും മാസ്ക് ഇട്ടിട്ട് ജാക്കറ്റ് ഇട്ടിട്ടാണ് വരുന്നത്. അപ്പോൾ എന്നെ കൊണ്ട് ആ ജാക്കറ്റ് മാറ്റി ഇതെല്ലാം മാറ്റി പിന്നെ ഇടാനുള്ള ഡ്രസ്സൊക്കെ എൻ്റെ അടുത്ത് പറയും, ഇതിട്ടിട്ട് വന്നാൽ മതി, ഇങ്ങനെയൊക്കെ പറയുമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പുറകിൽ ഇങ്ങനെയുള്ള ആദ്യത്തെ ആ ഒരു ഇതൊന്നും എനിക്കറിയില്ല, അത് എന്നോട് പറഞ്ഞിട്ടില്ല. കൊറേ കമന്റ്സ് വരുന്നുണ്ട്, കുഞ്ഞിലേ പിടിച്ച് കല്യാണം കഴിപ്പിച്ച് വിട്ടതാണോ? ശരിക്കും എത്ര വയസ്സുണ്ട്? എനിക്ക് ഈ മന്ത് 38 ആവും. 38ആ? 38 ഒന്നും കണ്ടാ പറയില്ല കേട്ടോ. അപ്പോൾ 21 ഇയേഴ്സിൽ കല്യാണം കഴിച്ചു. എന്താ ലവ് മാരേജ് ആയിരുന്നു? ലവ് മാരേജ്. ലവ് സ്റ്റോറി ഒക്കെ പറയാറുണ്ടോ അമ്മ? ഇംപ്രസ്ഡ് ആയ ലവ് സ്റ്റോറി ആണോ? അല്ല, നോർമൽ. അല്ല, കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ അച്ഛൻ എന്ത് ചെയ്യുന്നേ? അച്ഛനാണോ വീഡിയോസ് ഒക്കെ എടുത്തു തരാൻ ഹെൽപ്പ് ചെയ്യുന്നത്? പുള്ളി എടുത്തു തന്നിട്ടുണ്ട് എല്ലാവരും. എൻ്റെ രണ്ടാമത്തെ മോള് എടുത്തു തന്നിട്ടുണ്ട്. എൻ്റെ കസിനുണ്ട് എൻ്റെ കൂടെ തന്നെയാണ്, എൻ്റെ കസിൻ ബിജു. അവനും കുറേ എടുത്തു തന്നിട്ടുണ്ട്. അവനാണ് ആദ്യത്തെ ഞങ്ങളുടെ വൈറലായ ഇതെല്ലാം അവനാണ് എടുത്തു തന്നത്. കുറേ റീച്ച് ആയ സമയത്തെല്ലാം അവനാണ് എടുത്തു തന്നത്. പിന്നെ ഇപ്പോൾ ഈ റീസെൻ്റ് വന്നിട്ട് എൻ്റെ രണ്ടാമത്തെ മോള്, അവളിപ്പോഴാണ് പഠിച്ച് ഇത്തിരി വളർന്നേ ഉള്ളൂ. അപ്പോൾ അവൾക്ക് ഇപ്പോൾ എടുക്കാൻ അത്യാവശ്യം അറിയാം. പിന്നെ അവളാണ് വിളിച്ചെടുക്കുന്നത്. പിന്നെ പുള്ളിയെയും വിളിച്ചിട്ടുണ്ട്, ഒരു 3-4 പുള്ളി എടുത്ത് തന്നിട്ടുണ്ട്. എന്താ അച്ഛൻ എന്താ പറയാറ്? കാരണം അമ്മയും മോളും ഭയങ്കര സ്റ്റാറായി, ബാക്കി 2 മക്കളുണ്ട്. അച്ഛൻ അവരൊക്കെ എന്താ പറയാ? അച്ഛൻ വർക്കിൽ ബിസിയാണ്. പുള്ളി ഡ്രൈവിംഗ് ആണ് ഫീൽഡ് പുള്ളി, അപ്പോൾ ബിസിയാണ്. ഡ്രൈവിംഗ് ആയിരിക്കും ഓൾമോസ്റ്റ്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ചെയ്യാം. ഞങ്ങൾക്കിപ്പോൾ ഡാൻസ് ഇടണമെങ്കിലും എല്ലാം പുള്ളി സപ്പോർട്ടാണ്, ഒരു കുഴപ്പമില്ല. അച്ഛനിങ്ങനെ പറയാറുണ്ടോ, നിങ്ങളിപ്പോ അമ്മയും മോളെയും കണ്ട ഫ്രണ്ട്സിനെ പോലെ നമ്മള്? പറയില്ല, മുഖത്ത് കാണാം. ഇല്ല, പുള്ളി എങ്ങനെ നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. പുള്ളി എങ്ങനെ എടുത്തൊന്നും പറയില്ല. ആൾ ഈ പറഞ്ഞത് കണക്ക് കുറച്ച് സൈലന്റ് ആളാണ്. പിന്നെ പുള്ളി പഴയൊരു ഡാൻസറാണ്. എൻ്റെ മാസ്റ്റർ ആയിരുന്നു പുള്ളി, എന്നെ പഠിപ്പിച്ചത് വെസ്റ്റേൺ ഡാൻസ്. പുള്ളിക്കാരൻ ഈ ഫീൽഡിലൊക്കെ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന ആളാണ്. പിന്നെ ഫാമിലി ഈ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ പിന്നെ ഒരു ഫാമിലി മാനായിട്ട് ഫീൽഡിൽ നിന്ന് മാറിയത്. അപ്പൊ അത് തന്നെ ആ കഴിവ് മോക്ക് കിട്ടിയിട്ടുണ്ട്. കൊറിയോഗ്രാഫി ഒക്കെ ചെയ്യും മോള് കൂടുതൽ നന്നായിട്ട്. ഞാൻ അത്ര ചെയ്യില്ല, കൊറിയോ ചെയ്യില്ല അത്ര. ഇപ്പോ നമ്മളിപ്പോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളെ, പക്ഷെ നമ്മളിപ്പോ എന്ത് നല്ലത് ചെയ്താലും അതിന് 2 വശം പറയുന്ന ആൾക്കാരുണ്ട്. ചിലർ ഭയങ്കരമായിട്ട് നമ്മളെ വേദനിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം നെഗറ്റീവ് കമന്റ്സ് ഇടുന്ന ആൾക്കാരുണ്ട്. അപ്പൊ എങ്ങനെയാ നെഗറ്റീവ്? അമ്മയാണല്ലോ ഹാൻഡിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞ അക്കൗണ്ട്സ് ഒക്കെ. അപ്പൊ എങ്ങനെയാ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ നോക്കി കാണുന്നത്? എങ്ങനെയാ ഡിലീറ്റ് ചെയ്യോ അല്ലെങ്കിൽ മൈൻഡ് ചെയ്യാണ്ടിരിക്കുമോ? അല്ല, അത്രയ്ക്കും അങ്ങനെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഭയങ്കരമായിട്ടൊന്നും വന്നിട്ടില്ല. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഏജ് അല്ലെങ്കിൽ എനിക്ക് ഏജ് ആക്ച്വലി തോന്നിക്കുന്നുണ്ടെന്നുള്ള രീതിയിൽ. അപ്പം ഞാൻ പറയും, എനിക്കെന്ന് പറഞ്ഞാൽ ഈ അൺവാണ്ടഡ് ഈ ആർഗ്യുമെൻസിൻ്റെ ആവശ്യമില്ലല്ലോ, അത് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് പോകും. അപ്പം ഞാൻ മാക്സിമം എന്ത് കാര്യം എടുത്താലും ഞാൻ എൻ്റെ മെൻ്റൽ ഹെൽത്ത് നോക്കും. അപ്പം ഞാൻ പറയും, ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്ക് ഏജ് തോന്നുന്നില്ലെന്നൊന്നും പറഞ്ഞിട്ടില്ല, ഇതൊരു കണ്ടന്റ് മാത്രമാണ്, ചിലർക്ക് മാത്രമേ ആ റിപ്ലൈ കൊടുക്കുകയുള്ളൂ. പിന്നെ അല്ലാതെ ചിലരൊക്കെ വന്ന്, അതായത് 2-3 കൊളാബ് വേറൊരു ആൾക്കാരുടെ കൂടെ ഇട്ടിട്ടുണ്ട്, അവരെയൊക്കെ കുറേ തെറി പറഞ്ഞിട്ടുണ്ട്. അതായത് അവർക്ക് കണ്ടുകൂടെ എനിക്ക് ഏജ് തോന്നിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ, അങ്ങനെയൊക്കെ ഉള്ളൂ. അല്ലാതെ ഓവറായിട്ടൊന്നും ഇതുവരെ വന്നിട്ടില്ല. പിന്നെ മോളെ ഈ പറഞ്ഞ കണക്ക് എന്നെ ഓവറായിട്ട് പൊക്കുന്ന കണക്കൊരു ഫീൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓർമ്മയായിരിക്കും, അങ്ങനെയുള്ളൂ, അല്ലാതെ ഒന്നുമില്ല. പിന്നെ അത്യാവശ്യം ചില കമൻസ്, അതായത് ഞാൻ ഹസ്ബൻഡിനോട് നിന്ന് വൈറലായിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നു 2.5 പോയ. അതിൽ ഞങ്ങൾ ആക്ച്വലി ആ വീട്ടിൽ ക്രിയേറ്റ് ചെയ്തതല്ല, അതിൻ്റെ ഒരു വൈബ് വേറെ കണ്ടന്റ് ഒന്നും ഇല്ലാതിരുന്ന സമയത്താണ് ഞാൻ ഈ ഐഡിയ എടുക്കുന്നത്. ഫോട്ടോ വെച്ചിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉള്ളത് ഞാൻ എന്തെങ്കിലും രീതിയിൽ അത് ഇടുന്നത്, ഡാൻസ് ഒന്നും എടുക്കാത്ത ആ ഒരു ടൈമിൽ. അപ്പോൾ അതിൽ വന്നിട്ട് മോളുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ ഹസ്ബൻഡ് വൈഫ് കാണിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കമൻറ്റ്സ് ഹിന്ദിക്കാർ ഇട്ടിട്ടുണ്ടായിരുന്നു.
ഓ, ഹിന്ദിയിലെ കുലപുരുഷന്മാരുണ്ട്. ഇഷ്ടം പോലെ ഉണ്ട്. അത് ആ കമന്റ്സ് വന്നപ്പോഴാണ് എനിക്കും മനസ്സിലായത് അവിടെയും ഇങ്ങനത്തെ ആൾക്കാരുണ്ടോ. പക്ഷെ അവിടെ തന്നെയുള്ളവർ അവിടെ പോയിട്ട് അവർ തമ്മിൽ അടിയായി. ഇത് നല്ല അടിപൊളിയാണ്, ഇപ്പോഴത്തെ കാലത്ത് ഇതൊക്കെ ഓക്കെയാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവിടെ ഞാൻ പോയിട്ട് ഒന്നും പറയേണ്ട കാര്യമില്ല. ഈ ഇപ്പൊ എന്തായാലും നിങ്ങൾ കുറേ ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് വേണ്ടി ഇപ്പൊ ഒരു ഡാൻസ് പെർഫോമൻസ് ഇവിടെ ചെയ്യാൻ പറ്റില്ലേ? പ്രാക്ടീസ് ചെയ്തിട്ടില്ല. ചെയ്തത് ഏതെങ്കിലും മതി. ഓക്കെ ഓക്കെ. ഞാൻ എന്തായാലും ഒരു ചെറിയൊരു ഗെയിം സെഷനിലേക്ക് പോവാം. നെവർ ഹാവ് എവർ. അപ്പോൾ ഞങ്ങൾ ബോർഡ് തരാം, കുറച്ച് സാധനങ്ങൾ ചോദിക്കും. അപ്പോൾ അത് ഉണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ മതി. റീസൺ പറയണം, പേടിക്കണ്ട. അല്ല, ഗെയിം എന്താന്ന് മനസ്സിലായി. നെവർ ഹാവ് എവർ കാണിച്ചു തരാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് കാർഡ്. എപ്പോഴെങ്കിലും റൈനയുടെ അടുത്താണ്, എപ്പോഴെങ്കിലും അമ്മയുടെ പേഴ്സിൽ നിന്ന് ക്യാഷ് കട്ടെടുത്തിട്ടുണ്ടോ? ഇല്ല. ഓശോ, നല്ല കുട്ടിയാ. അമ്മയുടെ മുന്നിലിരുന്ന് ചോദിച്ചോണ്ടാണോ അങ്ങനെ പറഞ്ഞത്? അല്ല, പോക്കറ്റ് മണിയൊക്കെ തരും. അല്ല, അമ്മ തന്നെ എല്ലാം മേടിച്ചു തരും. അപ്പൊ ഞാൻ പോക്കറ്റ് മണി ചോദിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. എപ്പോഴെങ്കിലും ഡ്രസ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാതെ എടുത്തിട്ട് പോയിട്ടുണ്ടോ? ഞാനാണോ കാണിക്കേണ്ടത്? രണ്ടുപേരും കാണിച്ചോ. ഉണ്ട്. അതിനുശേഷം എന്താ അവിടെ സംഭവിക്കുക? അടി. ആരാ ആദ്യം ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കുക? അമ്മയാ? ഞാൻ ചോദിച്ചു റൈനയായിരിക്കും. അതെന്താണെന്നറിയോ, എടുത്ത സാധനം സൂക്ഷിച്ച് അവിടെ വെക്കില്ല. ഇനി ഞാൻ നോക്കുമ്പോൾ അത് കാണില്ല. അപ്പൊ സൂക്ഷിക്കാൻ അറിയാത്തോണ്ട് വഴക്കുറയും. ഓക്കെ. എപ്പോഴെങ്കിലും ക്ലാസ്സിൽ പോവാൻ വേണ്ടിയിട്ട് അതായത് വയ്യാന്നൊക്കെ പറഞ്ഞ് ആക്ട് ചെയ്തിരുന്നിട്ടുണ്ടോ റൈന? രണ്ടുപേർക്കും പൊക്കാട്ടോ. ഏത് സമയത്തായിരുന്നു? അല്ല, ഞാൻ പോകണമെന്ന് പറയുമ്പോൾ പറയാ ശരി പോകണ്ട. പോണ്ടെങ്കിൽ പോകണ്ടോ? അതെന്താ? എപ്പോഴും സ്കൂളിൽ പോയാൽ മതി, റെസ്റ്റ് ഒക്കെ വേണ്ടേ? വീട്ടിൽ ഇരുന്ന് പാട്ട് കേട്ട് സിനിമയൊക്കെ കണ്ടടിച്ച് വിളിച്ച്. ഇതാണ് നമ്മൾ ആഗ്രഹിച്ച, കേരളം ആഗ്രഹിച്ച അമ്മ എന്നൊക്കെ. നമ്മളൊക്കെ കഷ്ടപ്പെടണം ക്ലാസ്സിൽ പോവാതിരിക്കാൻ വേണ്ടി. ഞാൻ ഇതേപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് എല്ലാത്തിനും ഇതെല്ലാം എനിക്ക് വന്നതൊക്കെ ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടുണ്ട്. എല്ലാം എന്ന് പറഞ്ഞാൽ പാരൻറ്റിങ് ആയിരുന്നാലും ചൈൽഡ്ഹുഡ് ആയിരുന്നാലും എനിക്ക് ഫ്രണ്ട്സും ആരുമില്ല. അങ്ങനെ കുറേ ബുദ്ധിമുട്ടിട്ടുണ്ട്. അതായത് നമ്മൾ എന്ന് പറഞ്ഞാൽ ഇപ്പം റെയിനയ്ക്ക് കിട്ടുന്ന കണക്കൊന്നും ആ കിട്ടിയ കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരു മെൻ്റൽ സപ്പോർട്ട് മോൾക്ക് പിള്ളേർക്ക് എല്ലാം കൊടുക്കണമെന്നുണ്ട്. എപ്പോഴെങ്കിലും സോഷ്യൽ മീഡിയയിൽ വേറെ ആളുകളെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടോ? ആര്? അങ്ങനെയല്ല, ജസ്റ്റ് നോക്കും, അക്കൗണ്ടൊക്കെ നോക്കും, അല്ലാതെ ഓവറായിട്ടല്ല. എന്താ അപ്ഡേറ്റ് എന്നൊക്കെ അറിയാം. എങ്ങനെയാ? സെലിബ്രിറ്റീസിനെയാണോ നോക്കുന്നത്? അറിയുന്ന ആളുകളെയാണോ നോക്കുന്നത്? സെലിബ്രിറ്റീസിനെയാണ് നോക്കുന്നത്. ഓക്കെ. എപ്പോഴെങ്കിലും ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ട് ഇതൊന്നും കൊള്ളൂല എന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്യാതിരുന്നിട്ടുണ്ടോ? ഉണ്ട്. ഇല്ല. എങ്ങനെയാ അത്? അതായത് കുറേ എടുത്ത് കഴിയുമ്പോൾ നമുക്കിപ്പോൾ എല്ലാവർക്കും ഉണ്ടാവും, കുറേ നമ്മൾ തിരിഞ്ഞു മറിഞ്ഞൊക്കെ എടുക്കും, പക്ഷെ ലാസ്റ്റ് ആകുമ്പോൾ ഇതൊന്നും പോരാ, അങ്ങനൊരു ഫീലാണോ? ഫോട്ടോഷൂട്ട് എടുക്കുന്ന ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുള്ളത് കുറവാണ്. അങ്ങനെ എനിക്കൊന്നും എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. ഈ മൊബൈലിൽ എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതിൽ ക്ലാരിറ്റി ഇഷ്യൂ ഒക്കെ വരുമല്ലോ, ലൈറ്റിങ്ങിൻ്റെ പ്രശ്നം കൊണ്ട്. എന്നാലും അന്നേരത്തെ പോസ്റ്റ് ചെയ്തില്ലെങ്കിലും പിന്നീട് നമ്മൾ ഏതെങ്കിലും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നന്നാക്കിയൊക്കെ എടുത്തിട്ട് ഇടാറുണ്ട്. എപ്പോഴെങ്കിലും സ്റ്റൈലിംഗ്, മേക്കപ്പ് അതിനൊക്കെ വേണ്ടിയിട്ട് അമ്മ റൈനയുടെ ഹെൽപ്പ് ചോദിക്കാറുണ്ടോ? ഐ തിങ്ക് സ്റ്റൈലിംഗ് യെസ്. ഉണ്ട്. എന്തൊക്കെ അഡ്വൈസാണ് കൊടുക്കാറ് അമ്മയ്ക്ക്? ഡ്രസ്സിങ് കുറച്ചുകൂടെ മോഡേൺ ആക്കാൻ വേണ്ടി പറയാറുണ്ട്. പക്ഷെ അമ്മയുടെ രീതിയിൽ എന്നാലും ഇടൂ. ഞാൻ പറയുന്ന കേൾക്കത്തില്ല. എത്ര പറഞ്ഞിട്ട് കാര്യമില്ല. എന്തൊക്കെയാ പറഞ്ഞു കൊടുക്കുക? എന്തൊക്കെ ടിപ്സ്? ഒരു 2-3 ടിപ്സ് എന്തൊക്കെയാ എപ്പോഴും പറഞ്ഞു കൊടുക്കുക? ടിപ്സ് അങ്ങനെയല്ല, ഞാൻ ഡ്രസ്സ് ബാഗി ജീൻസ് ഇടാൻ പറയാം, പക്ഷെ അമ്മ ഇടത്തില്ല, അമ്മക്ക് ഇഷ്ടമല്ല. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ലൂസ്, ഓവർ ലൂസ് എനിക്ക് കാണുമ്പോൾ അത്ര എനിക്ക് ഭംഗി തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ എന്നാലും ഇഷ്ടത്തിന് ഞാൻ 2-3 വാങ്ങിയത് കുറച്ചൊക്കെ ലൂസ് ഉള്ളതാണ്. എന്ന് പറഞ്ഞാൽ അത്രയും ബാഗി, ഓവർ ഇങ്ങനെ ബാഗി ഇല്ലേ കൊറിയൻ ലുക്ക്, അതെനിക്ക് ഭയങ്കര സൈസും കൂടെ ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര വൃത്തിയിടായിരിക്കും. ഇങ്ങനെ ആളുണ്ടെന്ന് അറിയത്തില്ല. അതുകൊണ്ട്
എന്നാലും ഞാൻ ഒരു കുറച്ച് ലൂസുള്ളതൊക്കെ ഞാൻ റീസെൻ്റ്ലി വാങ്ങിച്ചതെല്ലാം അങ്ങനെയാണ്, ടൈറ്റല്ല. ഓക്കെ, അപ്പോൾ നെവർ ഹാവ് എവർ ഇത്രേ ഉള്ളൂ കൊടുത്തു. എങ്ങനെയാ അപ്പോൾ ഈ ഒരു കാരണം ഇപ്പം ഒരുപാട് വീട്ടമ്മ വർക്ക് ചെയ്യുന്നുണ്ടോ ഇപ്പോൾ? ഇല്ലല്ലോ. കുറച്ച് നാളെ ഞാൻ വർക്ക് ചെയ്തു. പിന്നെ ഒരു ഡെയിലി റുട്ടീൻ ജോബ് എനിക്ക് താല്പര്യമില്ല. എനിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഷൂട്ട്സ് കാര്യങ്ങൾ, ഫോട്ടോഷൂട്ട് അല്ലെങ്കിൽ ഡാൻസ്. അപ്പം ഞാൻ അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു. ഇപ്പം എന്താ ഫീൽ ചെയ്യുന്നത്? അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പണ്ട് എന്തൊക്കെയോ ഒരു ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം അതിൻ്റെ എന്തെങ്കിലുമൊക്കെ സാധ്യമായിട്ടുണ്ടോ? ഈ ഏജിൽ എനിക്ക് ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റിയല്ലോ. ഇപ്പം തന്നെ ഞാൻ ഓക്കെ, എൻ്റെ മനസ്സിനൊരു സന്തോഷവും സാറ്റിസ്ഫൈഡ് ആണ്. ഇനിയും പറ്റുകയാണെങ്കിൽ ഇനിയും കുറച്ചുകൂടെയൊക്കെ ചെയ്യണം. അതിന് എല്ലാവരുടെയും സപ്പോർട്ടും ഇത് കണക്ക് വേണം. ഇത്രയും നാൾ കാത്തിരുന്നിട്ടാണ് ഇപ്പം ഞാൻ ഇടയ്ക്കൊരു ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ഇൻ്റർവ്യൂ മറ്റേ ക്ലബ് FM RJ ആദർശ് വിളിച്ചിട്ട്, പുള്ളിക്കാരനെ മറക്കാൻ പറ്റൂല. ഫസ്റ്റ് ഇൻ്റർവ്യൂവിന് വിളിച്ച പുള്ളിയാണ്, അത് മറക്കാൻ പറ്റൂല. അതും കൂടെ അവരുടെ ഇൻ്റർവ്യൂയുടെ കുറച്ച് ക്ലിപ്പ് എടുത്തിട്ട് ഞാനിപ്പോൾ റീസെൻ്റ്ലി ഏറ്റവും ലാസ്റ്റ് ഇട്ട വീഡിയോയിൽ അത് ആഡ് ചെയ്തിട്ടാണ്, അതും കൂടെ ആഡ് ചെയ്തിട്ടിട്ടാണ് വൈറലായത് വീണ്ടും. ഇപ്പോൾ ശരിക്കും ഈ സന്തൂർ മമ്മി ആണ്, അല്ലെങ്കിൽ ഇത്രയും പ്രായം തോന്നിക്കില്ല, ഭയങ്കര സുന്ദരിയാന്നൊക്കെ പറയുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ശരിക്കും എന്താ ഫീൽ ചെയ്യുന്നത്? ഒരു സുഖം, ഒരു സന്തോഷം. നമുക്ക് സന്തോഷമൊക്കെ ഉണ്ട്. സന്തോഷം ഉണ്ടാകുമ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസമൊക്കെ ആൾക്കാർ പറയുമ്പോൾ സന്തോഷം കാണും. പിന്നെ ഡെയിലി കേൾക്കുമ്പോൾ ഒരു മടുപ്പല്ലേ? മടുക്കോ? പിന്നെ മടുക്കൂല. നല്ലതല്ലേ, നമ്മുടെ പ്രായം അത്രയും തോന്നിക്കില്ല. അവരുടെ റിയാക്ഷൻ, ഈ സെയിം റിയാക്ഷൻ ഞാൻ ഡെയിലി കാണുമ്പോൾ ഉള്ള ഒരു ഇതുണ്ടല്ലോ. പിന്നെ അവരതിൻ്റെ പുറകെ നിന്ന് പിന്നെ ചോദിക്കും. എന്ന് പറഞ്ഞാൽ സെയിം ആയിട്ട് ഞാൻ റിപ്ലൈ കൊടുക്കണം. എത്ര മക്കളുണ്ട്, ഇത്ര വയസ്സിൽ കിട്ടിയോ? ഈ എല്ലാവരും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കും. കമൻറ്റ് സെക്ഷനിൽ ഈ പ്രശ്നമുണ്ട്, മെസ്സേജ് വന്ന് മിണ്ടുന്നവർ ഈ പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ മറ്റേ സെറ്റിങ്സ് മാറ്റിയിട്ട് റിക്വസ്റ്റായിട്ട് ഇട്ടു ഞാൻ. അപ്പോൾ നമുക്ക് വേണമെന്നവർക്ക് മാത്രമല്ലേ റിപ്ലൈ കൊടുക്കാൻ പറ്റും. ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്നത് ജനിച്ചപ്പോഴേ പിടിച്ച് കല്യാണം കഴിപ്പിച്ചോണ്ടാണോ എന്നൊക്കെ ചോദിക്കുക. ഞാനിപ്പോൾ പുറത്ത് ഇപ്പം ഞാൻ അത്യാവശ്യം ചില ഷൂട്ട്സിന് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അപ്പം ഞാൻ ആരുടെ അടുത്തും പറയില്ല ഇത്ര ഏജ് ആയെന്നൊന്നും. കാരണം അവർ ആ സെയിം റിയാക്ഷൻ ഇടും, അത് കാണാൻ വയ്യാത്തതുകൊണ്ട്. ഇനി ഞങ്ങൾ ഒരുമിച്ച് പോകുമ്പോഴും ഞങ്ങൾ അങ്ങനെ പറയേണ്ട ഒരു സിറ്റുവേഷനിൽ വേണ്ടി വന്നാലും ഞങ്ങൾ മാക്സിമം ഞാൻ പറയാതിരിക്കും, അമ്മയും മോളും ആണെന്നിങ്ങനെ. പിന്നെ നിങ്ങൾ അമ്മ ഇടയ്ക്ക് വിളിക്കും. എനിക്കതൊരു പ്രശ്നമേ അല്ലായിരുന്നു. പക്ഷെ ഈ സെയിം റിയാക്ഷൻ അമ്മ എന്ന് വിളിക്കുമ്പോഴേക്കും അമ്മയാണോ എന്ന് ചോദിക്കൂലേ. പിന്നെ ആ സെയിം ഇതിലോട്ട് തന്നെ വരും. ഓക്കെ, അപ്പൊ പുറത്തിറങ്ങുമ്പോ ഇനി എടാ വാടാ അങ്ങനെയൊക്കെ പറയണോ? വേറെ ആരോടൊക്കെ പറയുമ്പോഴേക്ക് മിണ്ടുമ്പോ എന്റെ പേരൊക്കെയാ പറയുന്നത്. ഓക്കെ, ഞാൻ എന്തായാലും ഒരു ചെറിയൊരു റാപ്പിഡ് ഫയറിലേക്കും കൂടി പോവാം നമുക്ക്. ഓക്കെ, ഞാൻ ഷടപടേ എന്ന് ചോദിക്കും, ഷടപടയെന്ന് ഉത്തരം പറയണം. ഓക്കെ, ആരാണ് ഏറ്റവും കൂടുതൽ ഡ്രാമാറ്റിക് വീട്ടില്? അതെന്താ? അത് റൈനൊക്കെ ഒരുപാട് ആലോചിക്കേണ്ടി പോലും വന്നില്ല, ചോദ്യം തീരുന്നതിന് മുന്നേ അമ്മ. അല്ല, എനിക്കറിയത്തില്ലായിരുന്നു അതിന്റെ ആൻസർ. ഞാനാണോ അതാണ് സന്തോഷമായി ഒരു വാക്കെങ്കിലും പറഞ്ഞിട്ടുണ്ട്. എന്ത് സംഭവം വന്നാലും ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്ത് അങ്ങനെ എക്സ്പ്രസ് ചെയ്യും. കാരണം എക്സ്പ്രസ് ചെയ്താൽ മാത്രമേ നമ്മുടെ ഉള്ളിലുള്ള പ്രശ്നമായിരുന്നാലും നമ്മുടെ സ്നേഹമായിരുന്നാലും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്ക് വയ്യെങ്കിൽ ഞാൻ പറയും എനിക്ക് ഒട്ടും വയ്യ, എനിക്കൊന്നും ചെയ്യാൻ വയ്യ എന്ന് പറയും. എനിക്കിപ്പം ഭയങ്കരമായിട്ട് സങ്കടം വന്നെങ്കിൽ ഞാൻ പറയും എനിക്ക് ഭയങ്കര സങ്കടം വന്നു, ഇതാണ് റീസൺ എന്ന് ഞാൻ ഓപ്പണായിട്ട് പറയും. പിന്നെ അവിടെ ഒരു പ്രശ്നം വരുന്നില്ലല്ലോ. പക്ഷെ ഒന്നും പറയാത്ത മുഖം വെച്ചോണ്ടിരിക്കുമ്പോൾ നമുക്കറിയില്ല ഇവരെന്തിനാ ഇങ്ങനെ ഇരിക്കുന്നതെന്നല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കും എന്തിനാ ഇരിക്കുന്നത്, ഞാൻ വല്ലതും ചെയ്തിട്ടല്ലേ. മൊത്തം കാണിക്കും. അതാണ് സംഭവം. ഓക്കെ, ആരാണ് റെഡി ആവാൻ ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നത്? ഞാനായിരിക്കും. അമ്മ. അതും അമ്മ. എത്ര സമയം എടുക്കും പുറത്ത് പോകുമ്പോഴൊക്കെ അല്ലെങ്കിൽ റീൽ എടുക്കുമ്പോഴൊക്കെ റെഡി ആവാൻ? അതിപ്പോ കുളിക്കാനൊന്നും കൂടെ നിൽക്കുമ്പോഴാണ് പ്രശ്നം. ഫ്രഷ് ആവാൻ കുളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ഡ്രസ്സ്, ഹെയർ, മേക്കപ്പ് ഒരു ഹാഫ് ആൻ അവർ കൂടുതൽ എന്തായാലും എടുക്കും. ഒരു 45 മിനിറ്റ്സ് എന്തായാലും വരും. അപ്പൊ റൈന എത്ര സമയം എടുക്കും റെഡി ആവാൻ? എനിക്ക് ഒരു 15 മിനിറ്റ് മതി. അയ്യടാ, ഡ്രസ്സ് തപ്പുമ്പോഴാണ് പ്രശ്നം. ഡ്രസ്സ് തപ്പാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ഈ മിക്കപ്പോഴും ഈ ലേറ്റ് ആയിട്ടുള്ളത്. ഓക്കെ, മോളുടെ അടുത്തുനിന്ന് മോഷ്ടിച്ചൊരു സാധനം എന്താ? അയ്യോ, ഒന്നും ചെയ്തിട്ടില്ല. ഡ്രസ്സ്, മേക്കപ്പ് പ്രോഡക്ട്സ് ഒന്നും ഇല്ല. തിരിച്ചെന്തെങ്കിലും അമ്മയുടെ അടുത്ത് നിന്ന് എടുത്തിട്ടുണ്ടോ? എന്തെടുത്തേ? ഡ്രസ്സ്, സ്പ്രേ എല്ലാം ഇല്ല. എല്ലാം ഞാൻ എടുക്കും എന്നുള്ള മോളില്ലായിരിക്കും നേരത്തെ. പിന്നെ ഞങ്ങൾ മാറിയും തിരിഞ്ഞിരുന്നോണ്ട് ഇപ്പൊ അങ്ങനത്തെ ഒരു ഇത് വേണ്ട. പിന്നെ ഈ പുതിയതൊക്കെ എടുക്കുമ്പോൾ ചിലതെല്ലാം ചേരും, നന്നായിട്ട് ചേരും. അപ്പോൾ അത് കൊണ്ടുപോയിട്ട് മിസ്സാക്കി കഴിഞ്ഞ് ഇത് വരുമല്ലോ എന്ന് പറഞ്ഞിട്ടേ പറയത്തുള്ളൂ.
പിന്നെ എൻ്റെത് മോൾക്കൊന്നും ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടില്ലായിരുന്നു. അതായത് അവക്കെന്ന് പറഞ്ഞാൽ വാങ്ങിച്ചു കൊടുത്തില്ല, അപ്പം എൻ്റേന്ന് എല്ലാം തന്നെ എടുക്കും. പക്ഷേ ഈ റീസെൻ്റ്ലി ഞാനിപ്പോൾ കുറേ സാധനങ്ങൾ ഇപ്പോൾ വാങ്ങിച്ചു കൊടുത്തു. കാരണം അത് ഇനിയിപ്പോൾ നമുക്കൊരിത് വരത്തില്ലല്ലോ, അവളുടേതായിട്ടുള്ള യൂസ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് കുറേ ഓരോന്നിങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ. ശരി, ഓക്കെ. മോളോട് അമ്മ ഏറ്റവും കൂടുതൽ വീട്ടിൽ പറയുന്ന ഡയലോഗ് എന്താ? അങ്ങനെ ചോദിച്ചാ എന്തെങ്കിലും വാക്കോ ഡയലോഗോ? എന്റെ ഉമ്മ ഏറ്റവും കൂടുതൽ പറയുന്നത് റൂമിലിരിക്കുന്ന ഗ്ലാസുകളും പാത്രങ്ങളും എടുത്തിട്ട്. അല്ല രാവിലെ ആയിട്ട് ചായ. അത് ഞാൻ പറയുന്നത് എനിക്ക് അത് ചായ ഇവർ കൊണ്ട് തരണം. അതെന്താ അമ്മ ചായ ഉണ്ടാക്കാറില്ല? അല്ല, കുറേ വർഷം ഞാൻ ഉണ്ടാക്കിയില്ലേ, ഇനിയിപ്പോൾ അവരും കൂടെ ചായ എടുത്തോളെ. ചായ ചായ. ഓക്കെ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ 30 course. എങ്ങനെയാണ് അപ്പൊ വീട്ടിൽ ആരപ്പോ ജോലി എടുക്കുക? അമ്മയും ചെയ്യും, എല്ലാരും ചെയ്യും. എല്ലാരും ചെയ്യണം. അതാണ് എന്താ നിങ്ങളുടെ വീട്ടിലപ്പോ എന്തെങ്കിലും റൂൾസ് ഒക്കെ ഉണ്ടോ? കൊള്ളാം, ഇൻട്രസ്റ്റിംഗ്. അങ്ങനെ റൂൾസ് ഒന്നുമില്ല, എല്ലാരും എല്ലാം ചെയ്യും. എന്ന് പറഞ്ഞാൽ ഇപ്പം കുറച്ചുകൂടെ മോനെ കൊണ്ടും കൂടെ അവന് കുഴപ്പമില്ല. കുക്കിങ് അവൻ അത്യാവശ്യം എല്ലാം ഇങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കാൻ അവൻ വന്ന് അടിവെക്കാറുണ്ട്. അവന് 8 വയസ്സ് കഴിഞ്ഞുള്ളൂ മോന്. അവൻ വന്നിട്ട് അടിവെക്കാറുണ്ട്, കാരണം എല്ലാവരും ചെയ്യുന്നു, അപ്പോൾ അവനും അത് ചെയ്യണം. അവനെന്തോ അത് കുറവ് കണക്ക് അവൻ ചില പണികളൊക്കെ. പിന്നെ ഈ കഴിക്കുന്ന പാത്രം കഴുകുന്നത് എല്ലാവരും കുറവാണ്, പക്ഷെ ബാക്കി കുക്കിംഗ് ഒക്കെ ഇവർ ഇൻട്രസ്റ്റിംഗ് ആണ്. കുക്കിംഗ് ചെയ്യും. മോള് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ക്ലീനിങ് ആണ്. അവിടെ ക്ലീനിങ് സെക്ഷൻ എല്ലാം ചെയ്തോളും, അത് പറഞ്ഞാലും നിർത്തൂല. അതായത് എൻ്റെ നേരത്തെ മുന്നേ ഉള്ള വേർഷൻ, അതായത് ഈ ക്ലീനിങ് ആണ് മറ്റേ ഒഡീസിയുടെ കുറച്ച് ഇതുണ്ടായിരുന്നു. എനിക്കത് മനസ്സിലായില്ല, ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പോൾ അത് കണ്ട് മോൾക്കും അവളിപ്പോൾ ക്ലീനിങ് ഏരിയയൊക്കെ മോള് നോക്കിക്കോളും. ഞാനും ചെയ്യും. ഡീപ്പ് ക്ലീനിങ് വരുമ്പോഴേക്കും ഞാൻ ചെയ്യേണ്ടി വരും, മറ്റേതൊക്കെ നോക്കിക്കോളും. ഏറ്റവും കൂടുതൽ ഫോൺ അഡിക്ഷൻ ആർക്കാ? എനിക്കുണ്ട്. ഇതെല്ലാം അമ്മയ്ക്കാണല്ലോ. കാരണം എനിക്ക് അക്കൗണ്ട് നോക്കണമെന്ന് എനിക്ക് ഇപ്പോൾ ഇഷ്ടമല്ലെങ്കിൽ പോലും കുറച്ച് നേരം മാറ്റി വെച്ചാലും എനിക്ക് കുറേ കാര്യങ്ങൾ വരും. സ്കൂളിലെ ഗ്രൂപ്പൊക്കെ എൻ്റെ കയ്യിലാണ്. അക്കൗണ്ട് മെയിനായിട്ട് നോക്കണം, കാരണം നോട്ടിഫിക്കേഷൻ ഞാൻ സെക്കൻഡ്സ് വെച്ച് നോക്കും. നോട്ടിഫിക്കേഷൻ ഞാൻ നോക്കും, ഭയങ്കര ആക്റ്റീവായിട്ടിരിക്കും. അപ്പോൾ അതിന് വേണ്ടി എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ കൂടി ഞാൻ ഫോൺ നോക്കണം. പിന്നെ അഡിക്ഷനും എന്തായാലും കാണും, കാരണം ഇത്രയും നാൾ കണ്ടിന്യൂസ് നോക്കുമ്പോൾ നമുക്കൊരു അഡിക്ഷൻ കാണും. രാവിലെ എടുത്ത് ഇൻസ്റ്റാഗ്രാം നോട്ടിഫിക്കേഷനാണ് നോക്കുന്നത്. കറക്റ്റ് എത്ര ഫോളോവേഴ്സ് കയറിയോ, 10ഓ 15ഓ എന്തെങ്കിലും കയറിയിട്ടുണ്ടോ എന്ന്. കാരണം ഞാൻ എൻ്റെ ഒരു നമ്മുടെ ഏൺ ചെയ്യേണ്ട കൂടെ ഒരു വഴിയാണല്ലോ അത്. അപ്പം അതുകൊണ്ട് ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്, ഹാർഡ് വർക്ക് അതിൻ്റെ കുറവുണ്ട്. അപ്പോൾ അത് എനിക്ക് നോക്കിയേ പറ്റൂ. അതുകൊണ്ട് അഡിക്ഷൻ എനിക്ക് തന്നെയാണ്. ഈ റീൽസ് സ്ക്രോൾ ചെയ്യുന്ന അഡിക്ഷൻ ആർക്കാ? നമ്മളിപ്പോ ഒന്നും നോക്കുന്നില്ല, ചുമ്മാ ഇങ്ങനെ റീൽസ് കണ്ടിരിക്കുന്ന ഒരു അഡിക്ഷൻ കൂടുതൽ ആണോ? ഞാൻ കണ്ടൻസാണ് നോക്കുന്നത്. അതായത് നമുക്ക് പറ്റിയ, എനിക്കിഷ്ടമല്ല. ഇപ്പം എൻ്റെ കസിനൊക്കെ ഉണ്ട്, അവരിങ്ങനെ കുറേ ആൾക്കാരെ കുറിച്ച് സംസാരിക്കും, ഇങ്ങനെ അറിയാവുന്ന ഇൻഫ്ലുവൻസേഴ്സ്. അപ്പോൾ എനിക്ക് എൻ്റെ അടുത്ത് പറയുമ്പോൾ എനിക്ക് ആരും അറിയത്തില്ല, ആരെന്ത് പറഞ്ഞാലും എനിക്ക് അവരാരും അറിയത്തില്ല, കാരണം ഞാനത് കാണില്ല. ഞാൻ കുറച്ച് നേരം ഇൻസ്റ്റയ്ക്ക് ഒന്ന് സന്തോഷമാവും, അത് ഞാൻ നോട്ട് ചെയ്തു. അതായത് നമ്മളിങ്ങനെ റീൽസ് കാണാതെ ഇരിക്കുമ്പോഴേക്കും ഇൻസ്റ്റാക്കാർ നോട്ട് ചെയ്യുന്ന കാര്യം എനിക്ക് അങ്ങനെ ഫീലായി. അതുകൊണ്ട് അവരെ കാണിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഞാൻ എൻ്റെ സ്ക്രോള് കുറച്ചിങ്ങനെ കൊണ്ടുപോകും. പിന്നെ അതിൽ തന്നെ ഞാൻ കണ്ടന്റ് നോക്കും, കണ്ടന്റ് നോക്കിയിരിക്കും, പല ടൈപ്പ് കണ്ടന്റ് നോക്കിയിരിക്കും. എന്തെങ്കിലും ഒരു അടി ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ തമ്മിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴക്കും അതൊക്കെ ഉണ്ടാവുമല്ലോ, ഏറ്റവും ആദ്യം വന്നിട്ട് ആ ഫൈറ്റ് സോൾവ് ചെയ്യുന്നത് ആരാ? ചോദ്യം മൊത്തം ഞാൻ ചോദിക്കുന്നു, ഉത്തരം മൊത്തം അമ്മ. ഓക്കെ, പറയൂ, അമ്മയാണ് ഏറ്റവും കൂടുതൽ ഫൈറ്റ് ഒക്കെ സോൾവ് ചെയ്യുന്നത്? ചെറിയ ഇത് എന്ന് പറഞ്ഞാൽ മൂഡ് ഓഫ് ആയിരിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. മോള് മൂഡ് ഓഫ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ റീസൺ തിരക്കി പോവും. അങ്ങനെ എന്നാലല്ലേ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റൂ. കൂടുതൽ അങ്ങനെ പറയില്ല, എല്ലാം സംസാരിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഈ എന്തെങ്കിലും മൂഡ് ഓഫ് ഉണ്ടോ എന്ന് അറിയാൻ പറ്റില്ല, അങ്ങനെ പറയില്ല. അപ്പം ഞാൻ ചോദിക്കും, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണമെന്നുണ്ടെങ്കിൽ പറ, അല്ലെങ്കിൽ ശരി വിട്ടേക്ക്, ഇതാണ് കാരണം അതാണ് കാരണം, ഞാൻ എന്തെങ്കിലും ചെയ്തോ, അങ്ങനെയൊക്കെ ഞാൻ ചോദിക്കും. ഓക്കെ, മോളെ കുറിച്ചിട്ട് ഒരു 3 വാക്ക്, മോളുടെ ഒരു അടിപൊളി എന്ന് തോന്നുന്ന ഒരു 3 കാര്യങ്ങൾ എന്തൊക്കെയാ റൈനയില്? ആള് ഇപ്പം മുതിർന്നവരാരെങ്കിലും ഇപ്പം ദേഷ്യപ്പെട്ട് എന്തെങ്കിലും സംസാരിച്ചാൽ പോലും അവർക്ക് വിഷമാവുന്ന രീതിയിൽ മോള് അത് മാക്സിമം അവൾ ഇങ്ങനെ വിഷമിപ്പിക്കാതിരിക്കാൻ നോക്കും. ഇപ്പോൾ ടീച്ചേഴ്സ് ആണെങ്കിലും ചിലപ്പോൾ അവരിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമായിരിക്കും, അപ്പോൾ തിരിച്ചൊന്നും പറയില്ല. പിറ്റേ ദിവസം പോയിട്ട് മോള് ചിരിക്കും അവരെയൊക്കെ കണ്ട്. അപ്പം ഇങ്ങനെ ഭയങ്കരമായിട്ട് ഒരു ആളുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ഇതിങ്ങനെയല്ലേ, ഈ വലിയ വർത്തമാനം ഒന്നും മോള് പറയില്ല. അങ്ങനെ ഇപ്പം ആരെങ്കിലും എന്ന് പറഞ്ഞാൽ മാക്സിമം ഈ ഇതാക്കി പോവും. ഒരുപാട് ഇതാണെങ്കിൽ അതെന്നാലും അത് ഇങ്ങനെ സൈലന്റ് ആള്, ഭയങ്കര ക്ഷമയാണ്. നല്ലതാ. അങ്ങനെ തിരിച്ച് അമ്മേനെ കുറിച്ച് ഒരു 3 കാര്യം പറയാൻ പറഞ്ഞാലോ? അമ്മ എന്താ എല്ലാം മനസ്സിലാക്കും പെട്ടെന്ന്. എൻ്റെ പ്രായം
ഞാൻ എന്തൊക്കെ ചെയ്യും. ഈ പ്രായത്തിലുള്ള എല്ലാം അമ്മയ്ക്ക് പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ എൻ്റെ അമ്മ സുന്ദരിയാണ്, പൊളിയാണ്, സൂപ്പറാണ്. ഓക്കെ, അടിപൊളി. ഏറ്റവും കൂടുതൽ ഇമോഷണൽ ആരാ? അമ്മ. അതും അമ്മ. ഭയങ്കര ഇമോഷണലാണ്. പെട്ടെന്ന് വിഷമാവും, പെട്ടെന്ന് ചിരിക്കും. സെൻസിറ്റീവ് ആയിരുന്നു. ഇപ്പൊ ഞാൻ കുറച്ചുകൂടെയൊക്കെ ഒന്ന് സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ റാപ്പിഡ് ഫയർ. ഇനിയിപ്പോൾ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കാം. ഇപ്പോൾ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ഒരുപാട് ആൾക്കാർക്കൊരു, പ്രത്യേകിച്ച് ഈ അമ്മമാർക്ക്, ഒരു വീട്ടിലൊക്കെ ഇരിക്കുന്ന അമ്മമാർക്കൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഇപ്പോൾ ഡാൻസ്, ഇൻസ്റ്റ, സോഷ്യൽ മീഡിയ എന്നല്ല, അല്ലെങ്കിലും അവർക്കിപ്പോൾ എന്തെങ്കിലും ഹോബീസൊക്കെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ള സ്ത്രീകളുണ്ടാവില്ലേ? അവർക്ക് എന്ത് അഡ്വൈസാണ് കൊടുക്കാനുള്ളത്? നമുക്കിപ്പോൾ ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും. പല റീസൺസ് കൊണ്ടാണ് ഇവർ ചെയ്യാതിരിക്കുന്നത്. ചിലപ്പോൾ ഫാമിലിയിൽ ആർക്കെങ്കിലും ഇഷ്ടം ഉണ്ടാവില്ല. പിന്നെ ഇവർക്ക് അല്ലെങ്കിൽ ക്ലാരിറ്റി ഉള്ള ഒരു ഫോണില്ലെന്ന് വിചാരിച്ചോ ട്രിപ്പോർഡ് ഇല്ലെന്ന് വിചാരിച്ചിട്ടോ എടുക്കാതിരിക്കുന്ന കുറേ പേരുണ്ട്. അവർ അത് നോക്കരുത്. കാരണം ഞാനും തുടങ്ങിയത്, ഞാൻ ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് കുറേ ഇങ്ങനെ നിന്ന ആളാണ്. ഇങ്ങനെ ആലോചിച്ച് അവസാനം ഉള്ളത് കൊണ്ട് തുടങ്ങിയാലേ ശരിയാവുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ തുടങ്ങിയത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെയാണ്, നമ്മുടെ സന്തോഷം നമ്മൾ നോക്കാനേ ഉള്ളൂ. അത് വേറെ ആരും വന്ന് നോക്കൂല. ഒരു ലൈഫേ ഉള്ളൂ. അപ്പോൾ നമുക്കൊന്ന് ചിരിക്കാൻ പറ്റണം, കുറച്ച് നേരമെങ്കിലും ഒന്ന് ചിരിക്കാൻ പറ്റണം. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യം ചെയ്തിട്ടൊന്ന് സന്തോഷിക്കാൻ പറ്റണം. നമുക്ക് കുറച്ച് നേരമെങ്കിലും. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു 1 വീക്കിൽ ഒരു 1 ഹവറെങ്കിലും നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ നേരെ ചിരിക്കാൻ, സന്തോഷമുള്ളൊരു സ്ഥലത്ത് ഇരിക്കുക. അതിനുള്ള ഇത് നമ്മൾ തന്നെ മുൻകൈ എടുത്ത് ആരുടെ എതിർപ്പുണ്ടായിരുന്നാലും നമ്മളത് ഉണ്ടാക്കി നമ്മൾ ചിരിക്കണം. കാരണം ബാക്കിയുള്ളവരെല്ലാം അവരുടെ ഇഷ്ടത്തിനാണ് അത് പറയുന്നത്. അങ്ങനെ ചെയ്യേണ്ടെന്നും എല്ലാം അവരുടെ ഇഷ്ടമാണ് നോക്കുന്നത്. അവർ നമ്മളെ നോക്കിയിട്ടല്ല. അപ്പം നമ്മുടെ ഇത് നമ്മൾ പറയണം. അതായത് തെറ്റല്ലാത്ത ഒരു കാര്യം ചെയ്യാനോ കുറച്ച് നേരം ഒന്ന് പുറത്തു പോകാനോ ഒരു മൂവി കാണാനോ ഒക്കെ നമുക്ക് പറ്റും. അതൊന്നും ഒരു തെറ്റല്ല. ഡാൻസ് കളിക്കുന്നതും ഇപ്പം ഞാൻ തന്നെ വിൻഡോയുടെ അവിടെയൊക്കെ വെച്ചിട്ട് ഫോൺ വെച്ചിട്ട് ഡാൻസ് കളിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അത് ശരിയാവില്ല. അത് നിങ്ങൾക്ക് ഇപ്പോൾ പോസ്റ്റ് ചെയ്യാനുള്ള ധൈര്യം ഇല്ലെങ്കിൽ സ്റ്റോറി ആയിട്ടെങ്കിലും ഇടാം. ആദ്യം സ്റ്റോറി ആയിട്ട് ഇടുക, പിന്നെ റീലായിട്ട് ഇടണമെങ്കിൽ ഇടാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് കണ്ട് രസിക്കാം. ഞാൻ ചെയ്യാറില്ലല്ലോ. എൻ്റെ അക്കൗണ്ട് കയറിയിട്ട് ഞാൻ തന്നെ എൻ്റെയാണ് ഞാൻ കൂടുതൽ കണ്ടേക്കുന്നത് ഫുള്ള്. ഇപ്പോൾ ഹൈലൈറ്റ്സ് ആയിരുന്നാലും എനിക്കൊരു കോൺഫിഡൻസ് കുറയുന്ന സമയത്ത്, വിഷമം വരുന്ന സമയത്ത് ഞാൻ ചെയ്ത എൻ്റെ ലിപ്സിങ്കിങ് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അത് നോക്കും ഞാൻ. അങ്ങനെയൊക്കെ ഞാൻ കുറേ കാര്യം ചെയ്യാറുണ്ട്. അതുകൊണ്ട് നമ്മുടെ സന്തോഷം നമ്മളും കൂടെ നോക്കണം. നമ്മളെ നോക്കാത്തിടത്തോളം കാലം വേറെ ആരും അത് വന്ന് നോക്കില്ല. അടിപൊളി. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസൊക്കെ ചെയ്യാൻ സാധിക്കട്ടെ. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇഞ്ചി, my meal partner.